ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഫോർത്ത് ഡേ കോൺവാൾ ട്രിപ്പ് ലിസാർഡ് പോയിന്റിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ ആദ്യം ഹെയിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും റെഡ് റൂത്തിലേക്ക് ട്രെയിൻ പിടിച്ചു. 2 സ്റ്റോപ്പാണ് റെഡ് റൂത്തിലേക്കുള്ളത്. അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ലിസാർഡ് പോയിന്റിലേക്കുള്ള ബസ് കിട്ടും. 2 മണിക്കൂർ യാത്രയാണ് ബസ്സിൽ. കൂടുതലും മനുഷ്യവാസമില്ലാത്ത സ്ഥലത്തിലൂടെയായിരുന്നു നമ്മുടെ യാത്ര. അവിടെ എത്തിയപ്പോൾ താണ്ടേ വീടിൻ്റെ മുമ്പിലൊക്കെ ഹെലികോപ്റ്റർ പാർക്ക് ചെയ്ത് വെച്ചേക്കണം. പോളി സീൻ. ബസ് സ്റ്റോപ്പിൽ നിന്നൊരു 10 മിനിറ്റ് നടക്കാനുണ്ട് ബീച്ചിലേക്ക് എത്താനായിട്ട്. പിന്നെ ചെമ്മരിയാടുകളൊക്കെ ഇങ്ങനെ പുല്ല് മേയുന്നത് നോക്കി കണ്ട് നടന്നു. ബീച്ച് എത്തിയപ്പോഴോ ഒന്നും പറയാനില്ല. എന്താ ഭംഗിയെന്നറിയാവോ. ഇത്രയും നാൾ ഇവിടെയൊക്കെ കാണാതിരുന്നത് ലൈഫിൽ ഭയങ്കര നഷ്ടം തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോഴെങ്കിലും കാണാൻ പറ്റിയല്ലോ, അത് തന്നെ ഭാഗ്യം. UK വന്നിട്ട് ഇത്രയ്ക്ക് മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. UK വന്നിട്ട് യൂറോപ്പൊക്കെ ശരിക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നതായിരുന്നു എൻ്റെ ഫസ്റ്റ് പ്ലാൻ. ബട്ട് ഇപ്പോൾ എനിക്കറിയാം, ആദ്യം എക്സ്പ്ലോർ ചെയ്യേണ്ടത് UK തന്നെയാണ്. ഇവിടുത്തെ പ്രകൃതി ഭംഗി പോലെ തന്നെ വളരെ മനോഹരമായ ആളുകളാണ് കോർണിഷ് ആളുകൾ. ഭയങ്കര സ്നേഹമുള്ളവരാണേ. ലണ്ടനിൽ വെച്ച് എനിക്ക് UK കുറിച്ചുണ്ടായിരുന്ന എല്ലാ അഭിപ്രായവും മൊത്തം കോൺവാളി വന്നപ്പോൾ മാറിപ്പോയി. ഗ്രാമത്തിൻ്റെ നിഷ്കളങ്കതയും സ്നേഹവും അത് ഏത് രാജ്യത്ത് വന്നാലും ഒരുപോലെയാണെന്ന് ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. തക്കു ഈ സ്ഥലങ്ങളൊക്കെ കണ്ട് വണ്ടടിച്ച് നിൽക്കുകയാണ്. ഞങ്ങളിവിടെ എത്തിയത് സ്പ്രിങ്ങിൻ്റെ തുടക്കത്തിലായതിനാലേ വലിയ ടൂറിസ്റ്റ് തിരക്കുകളൊന്നും പെടാതെ ഇവിടെ ശരിക്കും അങ്ങ് എൻജോയ് ചെയ്യാൻ പറ്റി. ഏപ്രിൽ ആയാലേ ഇവിടെയൊക്കെ ഭയങ്കര തിരക്കായിരിക്കുന്ന ഒരു കോർണിഷ് അമ്മാവൻ പറഞ്ഞത്. ഏപ്രിലിൽ ടൂറിസ്റ്റ് സീസൺ അങ്ങ് തുടങ്ങുകയെ. അങ്ങനെ ഞങ്ങളൊരു ഈവനിങ് 4 മണിയായപ്പോൾ അവിടെ നൈസായിട്ട് ഇറങ്ങി. ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ട് ഞങ്ങളുടെ റിസോർട്ടിലെത്താനായിട്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ, ടാറ്റാ, സീ യു.